അറബി വ്യാകരണം അന്നഹ്വുൽ വാദിഹ് ദർസ് 4. അടുത്തത് അൽ ഫാഇലു. ഫാഇൽ എന്ന് പറഞ്ഞാൽ കർത്താവ്. ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നവൻ എന്നാണ് ഫാഇൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദ സബ്ജക്റ്റ്, ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും, കർത്താവ്. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. ഒന്ന്, ത്വാറൽ ഉസ്ഫൂറു, ജറ അൽ ഹിസ്വാനു, ലഇബൽ വലദു, യഊമുസ്സമകു, യൽസഉൽ ബൗദു, തഅക്കുലുൽ ബിന്തു. ത്വാറൽ ഉസ്ഫൂറു, ത്വാറ പറന്നു, അൽ ഉസ്ഫൂറു കുരുവി, കിളി, കുരുവി പറന്നു. ജറ അൽ ഹിസ്വാനു, കുതിര ഓടി. ലഇബ അൽ വലദു, ലഇബൽ വലദു, ലഇബ കളിച്ചു. അൽ വലദു കുട്ടി, ആൺകുട്ടി, ആൺകുട്ടി കളിച്ചു. യഊമുസ്സമകു, യഊമു നീന്തുന്നു, യസ്ബഹു എന്നർത്ഥം, യസ്ബഹു. അസ്സമകു മത്സ്യം, മീൻ. യൽസഉൽ ബൗദു, ബൗദ്, ബൗദ് ബൗലത്ത്, ബൗലത്ത് ഖുർആനിലുണ്ടല്ലോ. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹ. അപ്പോൾ യൽസഉൽ ബൗദു, ബൗദ് കൊതുക്, കൊതുക് കടിക്കുന്നു. യൽസഉ എന്ന് പറഞ്ഞാൽ കടിക്കുന്നു. അഖറബ് തേള്, തേള് കടിക്കുന്നതൊക്കെ പറയാം ആ വാക്ക്. തഅക്കുലുൽ ബിന്തു, പെൺകുട്ടി തിന്നുന്നു, ഭക്ഷിക്കുന്നു. അൽ ബഹ്തു, ബഹ്ത്ത് പരിശോധിക്കാം. അൽ അംസിലത്തു സാബിഖു കുല്ലുഹാ ജുമലുൻ, മുൻകഴിഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വാക്യങ്ങളാണ്, ജുംലത്തുകളാണ്. ജുംലത്ത്, ജുംലത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജുമലുൻ. ജമൽ അറിയുമ്പോൾ ഒട്ട കേട്ടോ. വകുല്ലു ജുംലത്തിൻ മിൻഹാ തതകവ്വനു മിൻ ഫിഅലിൻ വ ഇസ്മിൻ. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ജുംലകളും തതകവ്വനു, അത് രൂപം കൊള്ളുന്നു, മിൻ ഫിഅലിൻ വ ഇസ്മിൻ, ഒരു ഇസ്മിൽ നിന്നും ഫിഅലിൽ നിന്നും. ഒന്ന് ഫിഅലാണ് അതിൽ, ഒന്ന് ഇസ്മുമാണ്. ഫിഅല് ക്രിയ, ഇസ്മു നാമം. നമ്മൾ നേരത്തെ പഠിച്ച ഇസ്മു ഫിഅല് ഹർഫ് ഒക്കെ അജ്സാഉ ജുംലയിൽ പഠിച്ചാണ്. വഇദാ ബഹസ്നാ ഫിൽ അംസിലത്തി സലാസത്തിൽ ഉല, ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നറ അന്നല്ലദീ ത്വാറാ ഹുവൽ ഉസ്ഫൂറു, നമുക്ക് മനസ്സിലാക്കാം, കാണാം. എന്ത്? പറന്നത് ഉസ്ഫൂറാണ്, കിളിയാണ്. ത്വാറൽ ഉസ്ഫൂർ എന്നാണല്ലോ. വല്ലദീ ജറാ ഹുവ അൽ ഹിസാനു, നടന്നത് അല്ലെങ്കിൽ ഓടിയത് ഹിസാനാണ്, കുതിരയാണ്. വല്ലദീ ലഇബ ഹുവ അൽ വലദു, കളിച്ചത് കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ഫയകൂനുൽ ഉസ്ഫൂറു ഹുവല്ലദീ ഫഅല അത്വയ്റാന, അപ്പോൾ ഉസ്ഫൂറാണ് ത്വയ്റാൻ, പറക്കൽ എന്ന പ്രവൃത്തി ചെയ്തത്. വൽ ഹിസാനു ഹുവല്ലദീ ഫഅല അൽ ജറിയ, കുതിരയാണ് ജറി, ഓട്ടം എന്ന പ്രവൃത്തി ചെയ്തത്. വൽ വലദു ഹുവല്ലദീ ഫഅല അൽ ലഅബ, ആൺകുട്ടിയാണ് ലഅബ്, കളി എന്ന പ്രവൃത്തി ചെയ്തത്. വലിദാലിക യുസമ്മ കുല്ലു വാഹിദിൻ മിൻ ഹാദിഹിൽ അസ്മാഇ സലാസത്തി ഫാഇലൻ, ഇക്കാരണത്താൽ ഇവ എല്ലാ ഓരോന്നും ഈ ഇതിനൊക്കെ എന്ത് പറയാം, ഈ ഇസ്മുകളൊക്കെ ഫാഇൽ എന്ന് പറയാം. ഫാഇലൻ എന്ന് പറഞ്ഞാൽ ഫാഇലുൻ എന്ന് പറയാം. ശരി, ഫാഇൽ കർത്താവ്, പ്രവൃത്തി ചെയ്തയാൾ എന്ന് പറയാം. അതിനാണ് ഫാഇൽ എന്ന് അറബി പറയുന്നത്. വകദാ യുഖാലു ഫി ബഖിയത്തിൽ അംസിലത്തി, ബാക്കിയുള്ള ഉദാഹരണങ്ങളിലും അതുപോലെ തന്നെ. വഇദാ നദർനാ ഇലാ കുല്ലി ഇസ്മിൻ മിനൽ അംസിലത്തി സാബിഖത്തി, ഇനി മുൻകഴിഞ്ഞ ഉദാഹരണങ്ങളിൽ ഓരോ ഇസ്മിലും, എല്ലാ ഇസ്മിലും നമ്മൾ നോക്കിയാൽ വജദ്നാഹു മസ്ബൂഖൻ ബിൽ ഫിഅലിൻ, ഒരു ഫിഅലിനെ അത് മുൻകടന്നതായിട്ട് കാണാം. ഒരു ഫിഅൽ കൊണ്ട് അത് മുൻകടന്നതായിട്ട് കാണാം, മുൻകടക്കപ്പെട്ടതായിട്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം വന്നിരിക്കും ത്വാറൽ ഉസ്ഫൂറു എന്ന് പറയുമ്പം ത്വാറ എന്നുള്ള ഒരു ഫിഅലാണ് ആദ്യം വന്നിട്ടുള്ളത്, ഉസ്ഫൂർ എന്ന ഇസ്മിൻ്റെ മുമ്പ്. അപ്പോൾ ഇസ്മിൻ്റെ മുമ്പ് ഒരു ഫിഅൽ കൊണ്ട് മുൻകടക്കപ്പെട്ടതായിട്ട് കാണാം. അപ്പോൾ വജദിന ആഖിറഹു മർഫുഅ, മാത്രമല്ല അതിൻ്റെ അവസാനം മർഫുഅാണ്, റഫ്ആക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ത്വാറൽ ഉസ്ഫൂറു, ത്വാറ പറന്നു, അൽ ഉസ്ഫൂറു, അൽ ഉസ്ഫൂർ എന്നാൽ കിളി അല്ലെങ്കിൽ കുരുവി. ഉസ്ഫൂറു അതിൽ റാ ആണ് അവസാനത്തെ അക്ഷരം, അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ്.
ലമ്മത്ത് കൊണ്ടാണ് റഫ്അ ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ മിക്കവാറും ലമ്മ് കൊണ്ടാണ് റഫ്അ ചെയ്യുക. പക്ഷെ ചില സമയങ്ങളിൽ അലിഫ് കൊണ്ട് റഫ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, വാവ് കൊണ്ട് റഫ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതെ, അലിഫ് കൊണ്ട്. അപ്പോൾ ഇനി ഖവായിദ്. അൽ ഫാഇലു ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ വദല്ല അലല്ലദീ ഫഅലൽ ഫിഅല. അതാണ് ഖായിദ. അത് പഠിക്കണം. അൽ ഫാഇലു, ഫാഇൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മർഫൂഉൻ, റഫ്ആക്കപ്പെട്ട ഇസ്മാണ്, നാമമാണ്. തഖദ്ദമഹു ഫിഅലുൻ, അതിനെ ഒരു ഫിഅൽ മുൻകടന്നിട്ടുണ്ടാവും. ഒരു ഫിഅൽ, ഒരു ക്രിയ മുൻകടന്നിട്ടുള്ള റഫ്ആക്കപ്പെട്ട ഇസ്മ നാമമാണ് ഫാഇൽ. വദല്ല അലല്ലദീ ഫഅലൽ ഫിഅല, അത് ഫിഅൽ പ്രവർത്തിച്ച വ്യക്തിയെ പ്രവർത്തിച്ച ധാര അതിനെ സൂചിപ്പിക്കും. ഇനി തംരീനാണ്, അഭ്യാസം 1. ഇസ്തഖ്രിജ് അൽ ഫാഇല മിൻ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയതി. താഴെ തന്നിരിക്കുന്ന ജുംലകളിൽ എല്ലാ ജുംലയിലും ഫാഇലിനെ പുറപ്പെടുവിക്കാൻ, ഫാഇലിനെ പുറത്ത് കൊണ്ടുവരാൻ. ഫാഇൽ ഏതാണെന്ന് പറയാം. സ്വാഹദ്ദീക്കു, പൂവൻ കോഴി കൂവി. സ്വാഹ കൂവി, ആരാ കൂവിയെ? അദ്ദീക്കു. അപ്പോൾ അദ്ദീക്കു ഫാഇൽ, മനസ്സിലായില്ലേ? വഖഫ സൗറു, കാള നിന്നു. കാള, സൗറു, അസൗറു ഫാഇൽ. ബക്കത്ത് തിഫലു, തിഫലു കുട്ടി, കുട്ടി കരഞ്ഞു. പത്തിഫിലു ഫാഇൽ. ജാ ത്വബീബു, ഡോക്ടർ വന്നു, വൈദ്യൻ വന്നു. അപ്പോൾ അത്വബീബു ഫാഇൽ. ലഅബൽ ഔലാദു, കുട്ടികൾ കളിച്ചു. വലതിൻ്റെ ജംആണ് ഔലാദ്. ലഅബൽ ഔലാദു, അപ്പോൾ കുട്ടികൾ, ഔലാദ്. അൽ ഔലാദു ഫാഇൽ. ലദിഗ അസ്സുഅബാനു, ലദിഗ കടിച്ചു. നേരത്തെ ലസിയ യൽസഉ പറഞ്ഞല്ലേ, അതേപോലെ ലദിഗ യൽദഉ. ലദിഗ കടിച്ചു. അസ്സുഅബാനു പാമ്പ്, സർപ്പം. അപ്പോൾ അസ്സുഅബാനു ഫാഇൽ. ഇഷ്തഅല അൽ ആമിലു, ഇഷ്തഅല, ഇഷ്തഅല വൈനാണ്ടോ, വൈനായിരിക്കും. ഇഷ്തഅല ആമിൽ, തൊഴിലാളി ജോലി ചെയ്തു, ജോലിയിൽ വ്യാപൃതനായി. അപ്പോൾ അൽ ആമിലു ഫാഇൽ. സറഅ അൽ ഫല്ലാഹു, സറഅ കൃഷി ചെയ്തു. അൽ ഫല്ലാഹു കർഷകൻ. അപ്പോൾ അൽ ഫല്ലാഹു ഫാഇൽ. ഹദറ അൽ ഗായിബു, ആബ്സെൻ്റ് ആയ ആൾ വന്നു. ഗായിബ് ഇവിടെ ഇല്ലാത്ത ആൾ. തംരീൻ 2. എന്നാണോ, വാദിന് ഫതഹാണ്. ഫാഇലൻ ലികുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയതി. താഴെ പറയുന്ന ഫിഅലുകൾക്കൊക്കെ ഒരു ഫാഇലിനെ വെക്കാനാണ് നമ്മൾ ഉണ്ടാക്കണം. നബഹ കുരച്ചു, ആരായിരിക്കും? അൽ കൽബു, നബഹൽ കൽബു. യദ്ഹകു ചിരിക്കുന്നു, യദ്ഹകു തിഫ്ലു, മനസ്സിലായില്ലേ? കുട്ടി ചിരിക്കുന്നു. യബ്കി, യബ്കി കരയുന്നു. യബ്കി അത്ഫിലു, യബ്കിൽ യബ്കി അശ്ശൈഖു, വൃദ്ധൻ കരയുന്നു, ഒക്കെ പറയാം. നതഹ കുത്തി, കൊമ്പ് കൊണ്ട് കുത്തണീനാണ് ഈ നതഹ എന്ന് പറയുന്നത്. നതഹ അസൗറു, കാള കുത്തി. യഷ്റബു അൽ വലതു അൽ മാ, കുട്ടി വെള്ളം കുടിക്കുന്നു. യഷ്റബു. അതസ ഉറാബുൻ, കാക്കക്ക് ദാഹിച്ചു. സാഫറ, സാഫറ മുഹമ്മദുൻ ഇലാ മക്കത്ത, മുഹമ്മദ് മക്കയിലേക്ക് യാത്ര ചെയ്തു. യർക്കബു, യർക്കബു വാഹനപ്പുറത്ത് കയറുന്നു, വാഹനത്തിൽ കയറുന്നു. യർക്കബു മുഅല്ലിമുൻ അസയാറത്ത, യർക്കബുൽ മുഅല്ലിമു അസയാറത്ത, മുഅല്ലിം സയാർ കാറിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കാറിൽ കയറുന്നു. അടുത്ത് അൽ അസ്മാ അൽ ആതിയത ഫി ജുമലിൻ ബിഹൈസു യകൂനു കുല്ല വാഹിദിൻ മിൻഹാ ഫാഇല. താഴെ തന്നിരിക്കുന്ന ഇസ്മുകൾ ഓരോന്നും ഫാഇലായി വരത്തക്ക വിധത്തിൽ അതിനെ വെക്കാനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വാക്യം ഉണ്ടാക്കണം. അത്തിൽമീദു എന്നുണ്ട്, അതൊരു ഫായിലാക്കണം. അപ്പോൾ ഉദാഹരണത്തിന് വരാം, വിദ്യാർത്ഥി എന്തായിരിക്കും? വായിക്കായിരിക്കും അല്ലേ? അപ്പോൾ വായിച്ചു പഠിച്ചു എന്നൊക്കെ പറയുന്നത്, കത്തബ എന്നൊക്കെ പറയാം. അപ്പോൾ ഖറഅ തിൽമീദു അദ്ദർസ, വിദ്യാർത്ഥി പാഠം വായിച്ചു, ശരിയല്ലേ? അല്ലെങ്കിൽ യഖറഉ തിൽമീദു അദ്ദർസ, വിദ്യാർത്ഥി പാഠം വായിക്കുന്നു. അസ്സഅലബു,
എന്താ റഅ അസ്സഅലബു അദ്ദീക, റഅ അസ്സഅലബു അദ്ദീക, കുറുക്കൻ പൂവൻകോഴിയെ കണ്ടു. റഅ റഅ കണ്ടു. അർറജുലു ജാ അർറജുലു ഇലൽ മദീനത്തി, വ്യക്തി അയാൾ പട്ടണത്തിലേക്ക് വന്നു. മനസ്സിലായില്ലേ? സഫീനത്തുൻ ജറ അസ്സഫീനത്തു ഫിൽ ബഹരി, അല്ലെ യജ്രി സഫീനത്തു ഫിൽ ബഹരി, യജ്രി സഫീനത്തു ഫിൽ ബഹരി, സമുദ്രത്തിൽ കപ്പൽ സഞ്ചരിക്കുന്നു. അൻ നംലു, നംല് എന്താണ്? ഉറുമ്പ്, നംല്. അപ്പോൾ എന്താണ്? യഹ്സുനു അൻ നംലു അത്ആമ, യഹ്സുനു അൻ നംലു അത്ആമ, നംല് ഉറുമ്പ്. യഹ്സുനു പറഞ്ഞാൽ ഖസാന, ഖസാന, ഖസാന എന്താണ്? ഖജാന, ട്രഷറി, സംഭരണ കേന്ദ്രം. ഇവിടെ യഹ്സുനു എന്ന് പറയുന്നത് സംഭരിക്കുന്നു, ഉറുമ്പ് സംഭരിക്കുന്നു. എന്ത്? അത്ആമ, ഭക്ഷണം. നഹ്ലത്തുൻ, നഹ്ലത്ത് തേനീച്ച. അൽ ഖാദിം, സേവകൻ. ഇതൊക്കെ അതേപോലെ ഉണ്ടാക്കണം. അൽ ജുന്ദു, സൈന്യം. അടുത്ത് തംരീൻ. കവ്വിൻ മിനൽ കലിമാത്തിൽ ആത്തിയത്തി ജുമലൻ മുഅല്ലഫത്തൻ മിൻ ഫിഅലിൻ വ ഫാഇലിൻ മുലായിമിൻ ലഹ, ഫിഅലും ഫായിലുള്ള ജുംല ഉണ്ടാക്കണം താഴെ പറയുന്ന കലിമത്തുകളെ കൊണ്ട്, അതിനോട് യോജിച്ച. അപ്പോൾ സ്വഹല, സഹല, സഹല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ നോക്കണം, അത് നോക്കി മനസ്സിലാക്കട്ടോ. നതഹ, കുത്തി. അത്തിൽ മീതു, വിദ്യാർത്ഥി. അർത്ഥം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, നമ്മൾ ഉണ്ടാക്കണം, പിന്നെ അത് പഠിക്കണം, മനസ്സിലാക്കിയാൽ മതി. അൽ ജമലു, ഒട്ടകം. അത്താജിറു, കച്ചവടക്കാരൻ. ഷക്ക, പരാതിപ്പെട്ടു. ബാ, വിറ്റു. ബറക്ക, ബറക്ക മുട്ടുകുത്തി, ഒട്ടകം മുട്ടുകുത്തിന്. അപ്പോൾ ബറക്കൽ ജമലു എന്ന് പറയാം. ജമൽ അപ്പുറത്തുണ്ട്, അത് അതിലുള്ള ചേർത്തിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. ബാ താജിറു, താജിർ കച്ചവടക്കാരൻ വിറ്റു. ഷക്ക അൽ മരീദു, അങ്ങനെയൊക്കെ ആയിരിക്കും. ഹറൂഫ്, ഹറൂഫ് ആട്ടിൻകുട്ടി. അൽ ഹിസാനു, കുതിര. ഹഫിള, സംരക്ഷിച്ചു. അതൊക്കെയാണ്. ഇനി പിന്നെ ഓരോ കാര്യങ്ങൾ. കവ്വിൻ സിത്ത ജുമലിൻ തസ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ അല ഫായിലിൻ. 6 ജുംലകൾ ഉണ്ടാക്കാൻ അതിൽ ഓരോന്നും ഒരു ഫായിൽ ഉണ്ടാകണം, ഉൾക്കൊള്ളണം. വയക്കൂനുൽ ഫിഅലു മുദാരിഅൻ ഫി സലാസിലൂല, ഒന്നാമത്തതിൽ മുദാരിഅ ഫീൽ വേണം. അപ്പോൾ മാദിയം ഫി സലാസ് സാനിയ, ഫി സലാസ് സാനിയ. രണ്ടാമത്തെ 3 മാദി ആയിരിക്കണം. ആ രൂപത്തിൽ ജുംല സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് 6 ജുംല. അതിൽ ആദ്യത്തെ 3 പിന്നെ ഫിഅൽ മുദാരിയായിട്ടും രണ്ടാമത്തെ 3 ഫിഅൽ മാദിയായിട്ടും ഉണ്ടാക്കാനാണ്. തംരീൻ ഫിൽ ഇൻഷാ. ഹാത്തി ഖംസ ജുമലിൻ മൗദൂഹ അൽ ഫല്ലാഹ്, ഫല്ലാഹ് വെച്ചിട്ട് 5 ജുംല ഉണ്ടാക്കാൻ. വജഅലിൽ ഫല്ലാഹ ഫായില, ഫായിലിനെ ഫായിലാക്കണം. ഫല്ലാഹിനെ, ഫല്ലാഹ് കർഷകൻ, അതിനെ ഫായിലാക്കിയിട്ട് ജുംല ഉണ്ടാക്കാൻ. ഹാത്തി ഖംസ ജുമലിൻ മൗദൂഹ അൽ ഫഅറ വജഅലിൽ ഫഅറ ഫായില, 5 ജുംല ഉണ്ടാക്കണം. ഫഅറത്ത്, ഫഅറത്ത് എലി, എലിയെ വെച്ചിട്ട് 5 ജുംല ഉണ്ടാക്കാം. അതിൽ ഫഅറത്ത് എലി, എലിയെ ഫായിലാക്കിയിട്ട് വെക്കണം. തംരീൻ. അടുത്ത് നമൂദജ്, ഉദാഹരണം. അത് യറാബിലുള്ള തംരീനാണ്. യറാബ് എന്ന് പറഞ്ഞാൽ റഫ്, നസ്ബ്, ജറ്, ഇങ്ങനെ യറാബ്, ജസ്മ്, ഇതിനാണ് യറാബ് എന്ന് പറയാം. റഫ് സാധാരണ ഗതിയിൽ ലംബത്ത് കൊണ്ടായിരിക്കും. ഇപ്പം അബുൻ, അബ എന്ന് പറയും, അബി എന്ന് പറയും, അബു എന്ന് പറയും, സന്ദർഭം അനുസരിച്ച്. അൽ വലദ, അൽ വലദി, അൽ വലദു എന്നൊക്കെ പറയും. മനസ്സിലല്ലേ? അപ്പോൾ അത് സന്ദർഭത്തിനനുസരിച്ചാണ്. ഇവിടെ നമ്മൾ ഉദാഹരണം പറയുന്നത് ഹദറ അൽ ഗായിബു, ഗായിബു ഹാദറായി, ഹാജരായി, ഇവിടെ ഇല്ലാത്ത ആൾ വന്നു. ഹദറ ഫിഅലു മാദിൻ, അതാണ് അതിൻ്റെ ഇറാബ്. ഇറാബ് പറയുമ്പോൾ ഇറാബ് എങ്ങനെ പറയാം? ഇറാബ് പറയുമ്പോൾ അരിബ് അല്ലെങ്കിൽ അരിബ് എന്ന് പറയും. മനസ്സിലായേ? അതായിരിക്കും ചോദ്യം. അപ്പോൾ ഹദറൽ ഗായിബു, അതിൻ്റെ ഇറാബ് പറയാൻ പറഞ്ഞ അരിബ് അൽ ജുംല ഹദറ അൽ ഗായിബു, ഹദറ അൽ ഗായിബു, ഹദറ അൽ ഗായിബു എന്നുള്ള ജുംലയെ അരിബാൻ ഇറാബ് പറയാം. ഹദറ ഫിഅലു മാദിൻ, ഹദറ എന്താണ്? ഫിഅലു മാദിൻ, മാദിയായ ഫിഅലാണ്. ഹദറ ഫിഅലു മാദിൻ മബ്നിയുൻ അൽ ഫതഹത്തി എന്ന് വേണമെങ്കിൽ പറയാം.
ഫത്തഹത്തിൻ്റെ മേൽ മൊബനിയാണ്, അത് ഫത്തഹ തന്നെ ആയിരിക്കും. ഹദറ എന്നുള്ള റാന്ന് എപ്പോഴും ഫത്തഹല്ലേ, ഹദറ എന്നാകുമ്പോൾ കേട്ടോ. അൽ ഗായിബു ഫായിലുൻ മർഫൂൻ ബിദ്ദമ്മത്തി എന്ന് കൂടി പറയാം വേണമെങ്കിൽ. ഫായിലാണ് മർഫൂൻ ബിദ്ദമ്മത്തി ലമ്മത്ത് കൊണ്ട് റഫ്ആക്കപ്പെട്ടതാണ്. അതാണ് എൻ്റെ ഇറാബ്. യതീറു ദുബാബു, യതീറു പറക്കുന്നു, അദ്ദുബാബു ഈച്ച. അപ്പോൾ യതീറു ഫിഅലു മുദാരി, മാദിയല്ല, ഫിഅല് മുദാരി മുസ്തഖ്ബിലാണല്ലോ, അല്ലെങ്കിൽ ഹാര. അദ്ദുബാബു ഫായിലുൻ മർഫൂൻ ബിദ്ദമ്മത്തി, ഫായില് അദ്ദുബാബ് ലമ്മത്ത് കൊണ്ട് റഫ്ആക്കപ്പെട്ടതാണ്. അടുത്ത് അഅരിബിൽ ജുംലത്തൈനിൽ ആത്തിയത്തൈനി, താഴെ പറയുന്ന രണ്ട് ജുംലകൾ അറബിയാക്കാനെന്നല്ല ഇഗ്റാബ് പറയാനാണ്. ഇഗ്റാബ് ഫാദ നെഹ്റു, ഫാദ ഒഴുകി, അൻ നെഹ്റു പുഴ. അപ്പോൾ ഫാദ ഫിഅലു മാദി മബ്നിയുൻ അലൽ ഫത്ഹത്തി, അൻ നെഹ്റു അൽ ഫായിലു മർഫൂൻ ബിൽ ലമ്മത്തി, ഫായിലാണ് റഫ്ആക്കപ്പെട്ടതാണ്. മർഫൂന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. യർബഹു അത്താജിറു, യർബഹു ലാഭമുണ്ടാക്കുന്നു, അത്താജിറു താജിർ കച്ചവടക്കാരൻ. ഇർബഹു ഫിഅലു മുദാരി, അത്താജിറു ഫിഅലു ഫായില് മർഫൂഉ ബിൽ ലമ്മത്തി. അത്രയാണ്.